എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 4 ശ്ലോകം 21, 22, 23 മൂന്ന് ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 3 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 4ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാന്റെ മറ്റുള്ള അവതാരങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ പറയണം ചുരുക്കത്തില്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. നിക്ഷത്രിയാമകൃത ഗാം ച ത്രിസപ്തകൃത്വോ രാമസ്തു ഹൈഹയകുലാപ്യയ ഭാർഗവാഗ്നി സോ അബ്ധിം ബബന്ധ ദശവക്ത്രമകൻ സലംഗം സീതാപതിർജയതി ലോകമലഗ്നകീർത്തി. ഹേഹയകുലത്തിൽ ജനിച്ച ദുഷ്ടരാജാക്കന്മാരെ ഭസ്മമാക്കാനുള്ള അഗ്നിയോ ആണോ എന്ന് തോന്നുമാറ് അത്ര തേജസ്വിയായി ഭാർഗവകുലത്തിൽ ജനിച്ച പരശുരാമൻ 21 പ്രാവശ്യം ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരെ വധിച്ചു. സങ്കടത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ട ക്ഷത്രിയന്മാര് ഈ പ്രവൃത്തിക്ക് വിപരീതമായി ലോകത്തിന് സങ്കടം ഉണ്ടാക്കി തീർത്തു. അതുകൊണ്ടാണ് അവര് ക്ഷത്രിയന്മാരെന്ന പേരിന് അർഹരല്ല എന്ന് മനസ്സിലാക്കിയ ഭാർഗവരാമൻ അവരെ ഹനിച്ചു, എല്ലാവരെയും, അങ്ങനെയുള്ള രാജാക്കന്മാരെ. പിന്നെ ദശരഥ രാജാവിന്റെ പുത്രനായിട്ട് ശ്രീരാമചന്ദ്രനായി അവതരിച്ചു. കീർത്തിക്കുന്നവരുടെ പാപങ്ങളെ തീരെ നശിപ്പിക്കുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്ത് ലോകത്തിൽ കീർത്തി പരത്തിയ സീതാവല്ലഭനായ ശ്രീരാമൻ സമുദ്രത്തിൽ അണകെട്ടി ലങ്കാനഗരത്തിൽ ചെന്ന് അവിടെയുള്ള ദുഷ്ടന്മാരെയും രാവണനെയും സംഹരിച്ചു. ആ രാമദേവൻ ഇപ്പോഴും ഭക്തഹൃദയ കമലത്തിൽ സർവോത്കൃഷ്ടനായി വർത്തിക്കുന്നു. ഭൂമേർഭരാവതരണായ യദുഷ്വജന്മ ജാതകരിഷ്യതി സുരൈരപി ദുഷ്കരാണി വാദേർവിമോഹയതി യജ്ഞകൃതോദർഹാൻ ശൂദ്രാൻ കലൗക്ഷിതി ഭുജോ നിഹനിഷ്യതന്തേ. ജനിക്കേണ്ടതായിട്ടുള്ള കർമ്മബന്ധമൊന്നും ഭഗവാനില്ല. എങ്കിലും ഭൂമിഭാരന അപഹരിക്കാൻ വേണ്ടി യദുകുലത്തിൽ സ്വേച്ഛയാ അവതരിക്കും. ഇതിലതാണ് പറയണത്. അപ്പൊ ഭഗവാന്റെ അവതാരത്തിന് മുൻപ് പറയണം, സ്വേച്ഛയാ അവതരിക്കും. ദേവന്മാർക്കു കൂടി ചെയ്യാൻ കഴിയാത്ത അസുരവധം, ഗോവർദ്ധനോദ്ധാരണം മുതലായ കർമ്മങ്ങൾ ചെയ്യും. യാഗാദി കർമ്മങ്ങളുടെ തത്വം ധരിക്കാൻ സമർത്ഥരല്ലാത്ത അജ്ഞന്മാർ പ്രാണിഹിംസയിൽ ശ്രദ്ധയോടുകൂടി യാഗാദി കർമ്മങ്ങൾ നടത്തി തുടങ്ങുമ്പോൾ ദയാനിധിയായ ശ്രീനാരായണൻ ബുദ്ധനായി അവതരിക്കും. യാഗം ചെയ്യുന്നത് കൊണ്ട് പ്രാണിവധ നിമിത്തമുള്ള പാപം വർദ്ധിക്കുന്നതല്ലാതെ പാപശാന്തിക്ക് ഉപകരിക്കുന്നതല്ല എന്നുള്ള യുക്തിവാദങ്ങൾ കൊണ്ട് അവരുടെ അന്ധകാരത്തെ നീക്കി പ്രാണിവധത്തിൽ നിന്ന് അവരെയും അവരിൽ നിന്ന് പ്രാണികളെയും രക്ഷിക്കും. അതാണ് ബുദ്ധഭഗവാന്റെ ഇതാണല്ലോ അഹിംസ, അല്ലെ. പിന്നെയും കലിയുഗത്തിന്റെ അവസാനത്തിൽ കൽക്കിയായിട്ട് ഭഗവാൻ അവതരിക്കും. ധർമ്മത്തിന് വിരോധമായ പ്രവൃത്തികൾ നടത്തുന്ന ശൂദ്രതുല്യരായ രാജാക്കന്മാരെ സംഹരിക്കും. അവർ നിമിത്തം ലോകത്തിനു നേരിടുന്ന കഷ്ടങ്ങൾ തീർത്ത് കൃതയുഗത്തെ ആവിർഭവിപ്പിക്കും. ഏവം വിധാനി കർമാണി ജന്മാനി ജഗൽപതേ ഭൂരീണി ഭൂരിയശസോ വർണ്ണിതാനി മഹാഭുജ. അല്ലയോ, മഹാഭുജനായിരിക്കയാൽ പരാക്രമശാലിയായും അതിഭാഗ്യവാനുമായുള്ളവനെ ഭഗവാന്റെ യശസ് കേൾക്കാനും
ഉച്ചരിക്കാനും ഭാഗ്യമില്ലാത്തവർക്ക് സംഗതി വരികയില്ല. ധൈര്യമില്ലാത്തവർക്ക് മറ്റു വിഷയങ്ങളുടെ ബാധകളെ ജയിച്ച് ഭഗവത് കീർത്തി കേട്ടിരിക്കാൻ മനസ്സും വരില്ല. അതിനാൽ അങ്ങയുടെ ഭാഗ്യവും പരാക്രമവും സഫലമായി ഇരിക്കുന്നു. സംസാര ദുഃഖത്തെ തീരെ നശിപ്പിക്കുന്ന ഭഗവത് ഭജനത്തിൽ അല്ലേ ധൈര്യത്തെ പ്രകാശിപ്പിക്കേണ്ടത്? ചരാചരങ്ങളുടെ രക്ഷിതാവും എങ്ങും നിറഞ്ഞിരിക്കുന്ന കീർത്തിയുടെ ഉൽപ്പത്തി സ്ഥാനവുമായ ശ്രീ ഭഗവാന്റെ അനേക ജന്മകർമ്മങ്ങൾ മുഴുവനും വർണ്ണിക്കാൻ അസാധ്യമാണ്. അതുകൊണ്ട് മുകളിൽ വിവരിച്ച പ്രകാരം അല്പം അങ്ങയോട് ഉപദേശിച്ചു. പൂർവകവികൾ ഇതിനെയും ഇതുകൂടാതെ അനേകം അവതാരങ്ങളെയും വർണ്ണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊരവതാരത്തിൽ മനസ്സിന് ശ്രദ്ധയുണ്ടോ അതിനെ ധ്യാനിക്കുന്നത് കൊണ്ട് ഹൃദയഗ്രന്ഥി നശിക്കുന്നതാകയാൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടത് അങ്ങയുടെ ഭാരമാണ്. എത്ര തന്നെ കേട്ടാലും പ്രവർത്തിക്കാത്തവർക്ക് ഫലം സിദ്ധിക്കാൻ പ്രയാസമാണ്. പ്രവർത്തിക്കുന്നവർക്കോ അല്പം കേട്ടാലും മതിയാവുകയും ചെയ്യും. അതിനാൽ അങ്ങയുടെ ആവശ്യപ്രകാരം ചുരുക്കത്തില് വിവരിച്ചു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശ സ്കന്ധേ അവതാരവർണ്ണനം നാമ ചതുർത്ഥോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 4-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.